നയനാർ സർക്കാരിൻ്റെ സമയത്താണ് ഈ ലോകായുക്ത ബില്ല് കൊണ്ടുവരുന്നത്. ഈ ലോകായുക്ത കുറ്റക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ ജനപ്രതിനിധികൾക്ക് രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഈ ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു പ്രസക്തി തന്നെ നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് ഇതിലൊരു കണ്ടെത്തലുണ്ടായാൽ നിയമസഭയിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് എത്ര കണ്ട് അവർ പറയുന്ന ഉത്തരവ് നടപ്പാകുമെന്ന കാര്യം സംശയമുണ്ട്. ഇതിപ്പോൾ സെറ്റിൽ ചെയ്ത് പോയാൽ ഞാൻ വളരെ വ്യക്തമായി നിയമസഭയിൽ പറഞ്ഞത് അന്നത്തെ ഫയലൊക്കെ ഇടുന്ന നോക്കിയാൽ മനസ്സിലാകാം. ഇതങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഒരു ലോക്പാലിനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിയമിച്ചിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി ജസ്റ്റിസായ ഒരാൾ ഇപ്പോൾ ലോക്പാലായി നിയമിച്ചിട്ടില്ലേ? മുഖ്യ ലോക്പാൽ. അത് ശ്രദ്ധിച്ചില്ലേ? രാജ്യത്തെ ലോക്പാലിനെ നിയമിച്ചല്ലോ. ആ നിയമത്തിൽ എന്താ അവസ്ഥ? അത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വയ്ക്കും, ലോകസഭയിൽ വയ്ക്കും. ഇതെല്ലാം ഞാൻ വിസ്തീരിച്ച് വാങ്ങല. നിങ്ങൾ ആ ഭാഗമൊന്നും അന്ന് ഓർക്കാത്തതുകൊണ്ടായിരിക്കും. വളരെ കൃത്യമായി തന്നെ ലോക്പാലിൽ മന്ത്രിമാർക്കെതിരാണെങ്കിൽ പ്രധാനമന്ത്രിയാണ് തീരുമാനമെടുക്കുന്നത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ ലോകസഭയാണ്. അത് ഞാൻ നിയമസഭയിൽ വ്യക്തമാക്കി. എന്തുകൊണ്ട് ലോകസഭ എന്നൊരു രാജ്യസഭയായില്ല? കാരണം ഭരണഘടനാ പ്രകാരം ഒരു തീരുമാനം എടുക്കാൻ വിശ്വാസം അവിശ്വാസം ഇത് രാജ്യസഭയിൽ വരില്ല, ലോകസഭയിലേ വരുള്ളൂ. അതുകൊണ്ട് ലോക്പാലിൽ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെ നിയമിച്ച് എന്തിനാണെന്നപ്പോൾ നിങ്ങൾ ചോദിക്കണം. കാരണം അവിടെ ഇതന്നെ വ്യവസ്ഥ. അപ്പോൾ എന്തിനാ അത് വെച്ചത്? ആ നിയമം എങ്ങനെയാണ് ഇങ്ങനെ ആയത്? അതിൽ തന്നെ ഞാൻ വ്യക്തമാക്കി. ലോകത്തെ പല രാജ്യങ്ങളുടെയും നിയമങ്ങൾ അന്ന് സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് കേട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. നല്ലൊരു ഡിബേറ്റായിരുന്നു. അതിനകത്ത് ഒരു രാജ്യത്തും അന്വേഷണവും തീരുമാനവും ഒരു ഏജൻസി എടുക്കുന്നില്ല. അതെല്ലാം വ്യക്തമാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കാൻ ലോക്പാൽ എന്ന് വെച്ചാൽ നിയമപ്രകാരം നിൽക്കില്ല, ഭരണഘടനാനുസൃതം നിൽക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ലോക്പാലും അങ്ങനെയായത്. അതേ വ്യവസ്ഥ തന്നെയാണ് ഇതിനകത്തുള്ളത്. അത് സുപ്രീം കോടതിയിൽ വരുമ്പോൾ വാക്കുകൾ പോലും ഒരേപോലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തിന് അടയിടുന്നു, എന്തിനിങ്ങോട്ട് അയച്ചു. അപ്പോൾ അത് ചിലപ്പോൾ ഗൗരവമായ ചില പ്രശ്നങ്ങളിലേക്ക് വരും. അതുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ അയച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഈ കേന്ദ്ര സർക്കാരിന് പല രാഷ്ട്രപതിയുടെ മുമ്പായുള്ള പല ഇത്തരത്തെ കാര്യങ്ങൾ ബാക്ക്ലോഗായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ടായിരിക്കും അതിവേഗമുള്ള. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പ്രശ്നം ഇപ്പോൾ 21-ാം തീയതി വരല്ലേ, അല്ല 22-ാം തീയതി വരല്ലേ? അപ്പം ഇത് വെറുതെ ഇംഗ്ലീഷ് അക്ഷരമാല അറിയുന്ന ആളുകൾക്ക് പോലും ഇത് അപ്പം തന്നെ രണ്ടും ഒന്നാണ്. പാർലമെന്റ് പാസ്സാക്കിയ അതേ വ്യവസ്ഥയാണ് ഇതിലുള്ളത്. പാർലമെന്റ് അയച്ച മോഡലിൽ അതേ വാക്കുകളും വാചകങ്ങളാണ് ഇതിനകത്തുള്ളത്. വലിയ വ്യത്യാസമില്ല, അതിൻ്റെ ആശയം ഒന്ന് തന്നെയാണ് എന്ന് അക്ഷരാഭ്യാസമുള്ള ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സുപ്രീം കോടതി ഒരുപക്ഷെ നിർബന്ധിതമായേക്കാം. അപ്പോൾ അതുകൊണ്ട് മുൻകൂടി കണ്ടിട്ടായിരിക്കാം ഇത് ആദ്യം തന്നെ അയച്ചിട്ടുണ്ടാവും. ഇത് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ലേ? മറ്റ് ബില്ലുകളുടെ കാര്യത്തിലും യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉണ്ട്. അത് 32-ാം എൻട്രി 32 സംസ്ഥാന നിയമസഭകളുടെ അധികാരമാണ് യൂണിവേഴ്സിറ്റികളുടെ ഇൻകോർപ്പറേഷനും റെഗുലേഷനും. അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് UGCയുടെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത്. അതിപ്പോൾ UGC ഇതിന് വ്യവസ്ഥകൾക്കൊന്നും വിരുദ്ധമല്ല. ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ UGC വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ല. യഥാർത്ഥത്തിൽ ഞാൻ സഭയിലും പറഞ്ഞു, UGC ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ഒരു റെഗുലേഷനാണ്. അത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ലെജിസ്ലേഷൻ മെയ്ഡ് ബൈ അതർ ദാൻ പാർലമെന്റ് എന്നാണ്. പാർലമെന്റ് അല്ലാതെ പാസ്സാക്കുന്നതാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. 293 പറയുന്നത് കോൺട്രഡിക്ഷൻ ലോ മെയ്ഡ് ബൈ പാർലമെന്റും ലോ മെയ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററും തമ്മിൽ മെയ്ഡ് ബൈ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും മെയ്ഡ് ബൈ അല്ല, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇൻ്റർപ്രിട്ടേഷനിൽ നിൽക്കുന്നത്. ആ ഇൻ്റർപ്രിട്ടേഷൻ നിൽക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ UGC റെഗുലേഷനുമായിട്ട് യാതൊരു കോൺട്രഡിക്ഷനും ഇപ്പോൾ പാസ്സാക്കിയ നിയമങ്ങൾക്കില്ല. സാധാരണഗതിയിലാണെങ്കിൽ അതും വരേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് അങ്ങനെ ഇൻ്റർപ്രിട്ടേഷനൊന്നും സാധ്യതയില്ല. ഇംഗ്ലീഷ് അക്ഷരവും വാചകവും അറിയാവുന്നൊരു ഗ്രാമർ പോലും വേണ്ടത്ര പിടുത്തില്ലെങ്കിൽ പോലും ഇത് ഒപ്പിടേണ്ടതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകാവുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഇത് വേഗത്തിൽ വന്നിട്ടുണ്ടാവും. അതിനകത്ത് നിയമത്തിന്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് വേറെ സംവിധാനമല്ലേ, എക്സിക്യൂട്ടീവ് അല്ലല്ലോ. അത് നിയമത്തിൽ വരില്ലല്ലോ. എല്ലാ സഭയും സംവിധാനമുള്ളത്. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരണനിർവഹണത്തിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലല്ലോ. ഇത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയമം നിയമസഭ പാസ്സാക്കിയ അത് ചർച്ച ചെയ്യുന്നു. കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ നിയമങ്ങളും സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കുന്നു, അവർ പരിശോധിക്കുന്നു, തിരിച്ചു വിടുന്നു. അത് പാസ്സാക്കിയാൽ 200 പ്രകാരം അത് ഗവർണർ അസന്റ് നൽകണം. രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് അത് കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണോ, അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ലയോ? ഈ രണ്ട് പ്രശ്നത്തിൽ മാത്രമുള്ള ലിമിറ്റഡായ പവറാണ് ഇതിനകത്തുള്ളത്.
അത് അതിന് മുകളിൽ അടയിരുന്നു ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ അതിന് പരമാവധി വൈകിപ്പിക്കാൻ നോക്കി. അത് സുപ്രീം കോടതി കർക്കശ നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് അയച്ചു. അപ്പോൾ അത് നല്ല ഒരു മെസ്സേജ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റ് നിയമങ്ങളുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എങ്ങനെയാണ് അതിന് ഇവർ ഇൻ്റർപ്രറ്റ് ചെയ്ത്. സാധാരണഗതിയിൽ അത് സംസ്ഥാന നിയമസഭകളുടെ പൂർണ്ണമായ അവകാശത്തിൽപ്പെട്ടതും UGCയുടെ റെഗുലേഷനുമായിട്ട് നിലവിൽ തന്നെ വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാത്തതാണ്. മറ്റു ബില്ലുകളുടെ കാര്യത്തിലും ഗവർണർ കുറേയധികം വൈകിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സുപ്രീംകോടതിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പോയ സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രപതി ഇങ്ങനത്തെ അനുകൂല നിലപാടെടുത്തത് ബാക്കി മുമ്പോട്ടുള്ള കാര്യത്തിൽ കുറച്ചും കൂടി നമുക്ക് അനുകൂലമായിരുന്നു, എളുപ്പത്തിൽ തീർപ്പാക്കാൻ കഴിയുന്നതാണ്. അല്ല, ഞാനിത് പറഞ്ഞത് ഇത് വെറുതെ ഇങ്ങനെ വച്ച് അപ്പുറത്തും വച്ച് വായിച്ചാൽ പാർലമെന്റ് പാസ്സാക്കിയതിൻ്റെ അതേ സ്ഥാനം തന്നെ ഇപ്പുറത്തുള്ളൂ. അപ്പോൾ എങ്ങനെ പിന്നെ ഒരു ഗവർണർക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റും? നിയമസഭയുടെ അധികാരമാണെന്ന് പാർലമെന്റ് തന്നെ വ്യക്തമാക്കി. ഇപ്പോൾ നോക്കി ഇടുക്കിയിലെ ഭൂപ്രശ്നം, അതിനെന്ത് കേന്ദ്ര ലാൻഡ് പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ? അതിൽ ഇതുവരെ അങ്ങോട്ട് അയച്ചിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയാൽ പരാതികൾ വന്നെന്ന് വരും. ചിലപ്പോൾ അത് ജുഡീഷ്യറിക്ക് അധികാരമുള്ളത്. അല്ലാണ്ട് ഓരോ ആളും പരാതി നൽകിയാൽ ഈ പരാതി സംബന്ധിച്ച് ആ വിസ്തീർണം ഭരണഘടന വായിക്കാൻ ഈ ഗവർണറുടെ യാത്രയുടെ തിരക്ക് പോലും അദ്ദേഹത്തിന് സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. 167 വായിച്ചാൽ മതി, 1ഉം 2ഉം. ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ്, നിയമസഭ അല്ല മന്ത്രിസഭ ബില്ല് അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ് അത് ഗവർണറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ആ ഘട്ടത്തിലാണ് ഗവർണർക്ക് എന്തെങ്കിലും സംശയമോ വ്യക്തതയോ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണ് ഗവർണർ വ്യക്തത വരുത്തേണ്ടത്. ഇത് ആ ഘട്ടത്തിൽ അദ്ദേഹം അറിയുന്നേ ഇല്ല. പിന്നെ നിയമസഭയിൽ വച്ച് കഴിഞ്ഞ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കലല്ലാതെ ഏതെങ്കിലും നിവേദനം വന്നാൽ അത് നേരെ അയച്ചിട്ട് ഇതുമ തീരുമാനമെടുക്കാൻ ഭരണഘടന അങ്ങനെ ഗവർണർക്ക് പ്രത്യേക അധികാരമൊന്നും നൽകുന്നില്ല. അപ്പോൾ ആ ബില്ല് യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ കർഷക സമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോഴും അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ്. അത് വളരെ ഗൗരവമായ പ്രശ്നം. ഒരു തരത്തിലും യൂണിയൻ ഗവൺമെൻറ്റിനോ പാർലമെൻറ്റിനോ ഇടപെടാൻ ഭരണഘടനാപരമായിട്ട് യാതൊരു ഇടമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ നാടിൻ്റെ പൊതു ആവശ്യത്തിന് മുകളിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഗൗരവമായ പ്രശ്നമാണ്. ഇതുൾപ്പെടെ ഞങ്ങളിപ്പോൾ 22 22 സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കപ്പെടും.